ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സച്ചിയുടെ ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും കൂടി വന്ന് പായസം മൊത്തം കുടിച്ച് തീർക്കുന്നുണ്ട്. സച്ചിക്ക് തുള്ളി ബാക്കി വെക്കാതെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ വലിയ സങ്കടമായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ രേവതിയും ദേവും കൂടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോണ സമയത്ത് നമ്മുടെ ശ്രുതിനെ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ സമയത്ത് ദേവു പറയേണ്ട രേവതിയോട് എന്തോ ശ്രുതി ചേച്ചിക്ക് ഒരു കള്ളത്തരണ്ട്, ഞാൻ പോയിട്ട് ആ സിസ്റ്ററോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവു ആ സിസ്റ്ററോട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അവളെ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവു വേഗം രേവതിയോട് വന്ന് പറയുന്നുണ്ട്, ചേച്ചിക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് വലിയ സങ്കടമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും രേവതി ഇതൊന്നും പറയാതെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വർഷ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ വർഷയോട് രേവതി എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. ഇങ്ങനെ ശ്രുതിക്ക് രണ്ടാമത്തെ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനാണ് അവൾ പോണത്, ആദ്യം അവൾ പ്രസവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വർഷ പറയുന്നത് എന്താ ചേച്ചി പറയണേന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് വീട്ടുകാർ മൊത്തം അറിയുന്നുണ്ട്, വർഷം എല്ലാവരോടും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി ആണെങ്കിൽ പോയി ചന്ദ്രയോടും പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഇത് രണ്ടാമത്തെ കുട്ടിയുടെ ഇതിന് വേണ്ടിയിട്ടാണ് പോണത് എന്നൊക്കെ പറയുന്നുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോണത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഞാൻ അവളോട് പോയി ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നീ ഇങ്ങോട്ട് വരുന്നു അതോ ഞാൻ അങ്ങോട്ട് വരണോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രുതി ഇറങ്ങി വരുന്നുണ്ട്. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതാണോ, നീ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഇനി എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. എല്ലാ കള്ളത്തരം പൊളിഞ്ഞതല്ലോ, ചന്ദ്രയ്ക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.